നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലത്തിൽ യു.ഡി.എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വടകര എംപിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഷാഫി പറമ്പിൽ പറയുകയാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. പാലക്കാട് നിന്ന് ഒരു എം.എൽ.എ നിയമസഭയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരിക്കുമെന്നും അക്കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ അന്തിമ കണക്കുകൾ കിട്ടാൻ കാത്തിരിക്കുന്നതിനാലാണ് തന്റെ പ്രതികരണം വൈകിയത് എന്നും വ്യക്തമാക്കി. മണ്ഡലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 12,000 മുതൽ 15,000 വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിനായിരിക്കും ജയിക്കുമെന്നാണ് ഷാഫിയുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഷാഫി പറയുന്നത്. നഗരപ്രദേശങ്ങളിലാണ് വോട്ടുകൾ കുറഞ്ഞത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നും എന്നാൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞുവെന്നും ഷാഫി പറഞ്ഞു. പിരിയാരിയിൽ ഇക്കുറി വോട്ട് കൂടിയെന്നാണ് ഷാഫി പറമ്പിൽ അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു ഷാഫിയുടെ പ്രസ്താവന. കൽപ്പറ്റയിലെ ഒരു ബൂത്തിൽ 72 ബി.ജെ.പി പ്രവർത്തകരാണ് വോട്ട് ചെയ്യാതിരുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി.ജെ.പിക്ക് ആശ്വസിക്കാനുള്ള ഒരു കണക്കും ഇതിൽ ഇല്ല എന്നും ഷാഫി കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ എം.എൽ.എ ആയിരുന്ന ഷാഫി വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ ഇ ശ്രീധരനെ അവസാന നിമിഷത്തെ കുതിപ്പിലൂടെയാണ് ഷാഫി പറമ്പിൽ മറികടന്നത്. പാലക്കാട് യു.ഡി.എഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. പാലക്കാട് 71% പോളിംഗ് ഉണ്ട്. വീടുകളിൽ ചെയ്ത വോട്ട് കൂടി ചേർക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുമെന്നും സതീശൻ പറഞ്ഞു. യു.ഡി.എഫ് ശക്തി കേന്ദ്രത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല. ബി.ജെ.പിക്ക് ആശ്വസിക്കാനുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല. ബി.ജെ.പിക്ക് ഏറ്റവും അധികം വോട്ട് പിരിയാരിയിൽ ലഭിച്ചെന്ന് അവർ പറയുന്ന 2021 തെരഞ്ഞെടുപ്പിൽ 26,015 വോട്ടാണ് പോൾ ചെയ്തത്. 25,000 വോട്ടാണ് ലോക്സഭയിൽ പോൾ ചെയ്തത്. 26,200 വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത്. 2021 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ബി.ജെ.പി നഗരത്തിൽ കൂടുകയും പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന രീതിയല്ല. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നും ഷാഫി പറയുന്നുണ്ട്. ഇക്കുറി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അനായാസ ജയം നേടുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എങ്കിലും പോളിംഗ് കുറഞ്ഞതിൽ യു.ഡി.എഫ് കേന്ദ്രങ്ങൾക്ക് കടുത്ത ആശങ്കയുമുണ്ട്. പാലക്കാട്ടെ വിമത നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിക്കുമോ എന്നതാണ് കോൺഗ്രസ് ഇനി ഉറ്റുനോക്കുന്നത്. ഡോക്ടർ പി സരിൻ നേതൃത്വവുമായി കലഹിച്ച് ഇടതിനൊപ്പം ചേർന്നതും പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും യു.ഡി.എഫ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. കൂടാതെ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന സന്ദീപ് വാര്യരുടെ വരവ് ഏത് രീതിയിൽ ബാധിക്കുമെന്ന ചിന്തയും പാർട്ടിയെ അലട്ടുന്നുണ്ട്. എന്നാൽ ചിട്ടയായ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരവും ജയത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങൾ ഉള്ളത്. രാഹുൽ ജയിച്ച അത് ഇടതു മുന്നണിയുടെ പ്രചാരണങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയായി ഉയർത്തിക്കാട്ടാമെന്നാണ് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നവംബർ 23 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ തങ്ങളാണ് ജയിച്ചത് എന്ന അമിത ആത്മവിശ്വാസമാണ് യു.ഡി.എഫ് പ്രവർത്തകർ നടത്തുന്നത്. അതിനു മുന്നോടിയായിട്ട് തന്നെ അവർ എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു.